ഹലോ. അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മളുടെ കുക്കിയുടെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ് ഇത്. അതായത് നമുക്കൊരു പേരയ്ക്കച്ചെടിയും പിന്നെ ഒരു ചാമ്പയ്ക്കയും ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഒരു സീതപ്പഴത്തിൻ്റെ ചെടിയാണ് ഞാൻ ലുലുന്ന് മേടിച്ചു കൊണ്ടുവന്നപ്പോൾ നല്ല വിത്താണെന്ന് തോന്നിയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ, കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് ആ ഒരു ചെടി കേട്ടോ. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഞാൻ നമ്മളുടെ ചെടിക്ക് കഴിഞ്ഞ മാസം ഈ പേരയ്ക്കച്ചെടിക്കൊക്കെ ഒന്ന് വളം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡെയിലി ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കും കേട്ടോ, ഈ വീഡിയോയിൽ കണ്ടതുപോലെ. അപ്പോൾ അങ്ങനെ കുളിപ്പിച്ച് കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൂക്കൾ വരാൻ, കായ ഉണ്ടാവാനായിട്ടുള്ള ആ ഒരു സംഭവം കേട്ടോ, അതിങ്ങനെ പല സ്ഥലത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാത്രമല്ല, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ സീതപ്പഴത്തിൻ്റെ ചെടി. ഇതിങ്ങനെ ഹൈറ്റിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ, അപ്പുറത്തെ പറമ്പിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതാണ് ചാമ്പയ്ക്ക. ഈ ചെടികൾ രണ്ടും തന്നെ ഇതേടെ കണ്ടോ, ഈ രണ്ട് ചെടികളും തന്നെ നമ്മൾ ഇതുപോലെ വലുതായിട്ട് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ കാലത്തും വൈകുന്നേരം നനയ്ക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ മിക്കവാറും ഇപ്പോൾ ഇവിടേക്ക് വെച്ചപ്പോൾ വെയിലധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നേരമൊക്കെ നനയ്ക്കുക, ചില ദിവസം 2 നേരം നനയ്ക്കും കേട്ടോ. അപ്പോൾ ഇതിനും ഈ പറഞ്ഞ പോലെ നമ്മളിതിനെ കഴിഞ്ഞ മാസം ഒന്ന് വളം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡെയിലി ഇങ്ങനെ കുളിപ്പിച്ച് കൊടുക്കും. അപ്പോൾ കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ കായ ഉണ്ടായി തുടങ്ങിയിട്ടാണ്, പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് മുമ്പും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പൊതുവെ ചെടികൾ പൂക്കും കായ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിതേപോലെ നന്നായി നനച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവരിതുപോലെ ഇങ്ങനെ തലയിലൂടെ, ഇപ്പോൾ ഇത് ചെറിയ ഇത്രയൊക്കെ വലുപ്പമുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ തലവഴി നനയ്ക്കാൻ പറ്റുന്നത്. വലിയ മരങ്ങളൊന്നും നമുക്കങ്ങനെ നനയ്ക്കാനൊന്നും പറ്റില്ല. പക്ഷേ അത് സാധാ എന്താ പറയുക, നമ്മുടെ മരങ്ങളല്ലേ, അത് ബഡ് ചെയ്യാതെ, ഇത് ബഡ് ചെയ്ത ചെടികളായതുകൊണ്ടാണ് കേട്ടോ ഇവർക്ക് ഇങ്ങനത്തെ ആ ഒരു എന്താ പറയുക, ഒരു കെയറിങ് ഒക്കെ അവർ ഇഷ്ടപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ നനച്ചു കൊടുക്കട്ടെ, ഇങ്ങനെ നനച്ചും കൂടി കൊടുത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ കായകൾ വരാൻ തുടങ്ങിയിട്ടോ. എല്ലാത്തിലും ചെടികളാണെങ്കിലും നല്ല ഉഷാറാണ്. വളമിട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരെ ഇങ്ങനെ സംരക്ഷിക്കുമ്പോഴാണ് അവർക്കും നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവും, ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ, അതുപോലെ ആവും കേട്ടോ. അത് ഞാൻ ചെടികളുള്ളപ്പോഴും നമ്മൾ അവരോട് സ്നേഹിക്കുക, അവരെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ചെടികൾ നമ്മുടെ കൂടെ നന്നായിട്ട് നിൽക്കുകയുള്ളൂ. പലരും പറയും ചെടി വെച്ചിട്ട് വളരുന്നില്ല എന്ന് പറയും. പക്ഷേ അത് നമ്മളവരെ ഇപ്പോൾ ഒരു ബന്ധം നമ്മൾ തുടങ്ങി വെച്ചാൽ മാത്രം പോരല്ലോ, അത് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അത് ചെടിയും വിചാരിക്കണം, നമ്മൾ വിചാരിക്കണം, അതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും വിചാരിക്കണം അല്ലേ. അപ്പോൾ അതുപോലെ രണ്ടുപേരും നന്നായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് നന്നാവുക, അതിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹവും കെയറൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ അവരും നമുക്ക് തിരിച്ചിഷ്ടത്തോടെ പൂക്കളും കായകളും ഒക്കെ തരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചാമ്പയ്ക്ക് തിന്നാനായിട്ട് ഇങ്ങനെ ചെടി വെച്ച് വലുതാവുന്ന വരെ കാത്തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ വലിയ ചെടിയായിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് അങ്ങനെ ഒരുപാട് സ്ഥലമൊന്നുമില്ലല്ലോ.